നമസ്കാരം. പശ്ചിമേഷ്യയിലെ സ്ഥിതി കൂടുതൽ സങ്കീർണമാവുകയാണ്. ഒമാനിലും ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. 2 ഡ്രോണുകൾ തുറമുഖം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായും ഇതിൽ ഒരു വിദേശ തൊഴിലാളിക്ക് പരിക്കേറ്റതായും സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഒമാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റത് പ്രവാസി തൊഴിലാളിയാണ്. എന്നാൽ ഇയാൾ ഏത് രാജ്യക്കാരനാണെന്ന വിവരം ലഭ്യമല്ല. തൊഴിലാളികളുടെ താൽക്കാലിക താമസ സ്ഥലത്താണ് ഡ്രോൺ പതിച്ചത്. രണ്ടാമത്തെ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ഇന്ധന ടാങ്കുകൾക്ക് സമീപമാണ് വീണത്. എന്നാൽ ആ പ്രദേശത്ത് ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒമാൻ ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന ഏത് സാഹചര്യത്തെയും നേരിടാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ ഇറാൻ ആരംഭിച്ച പ്രത്യാക്രമണ പരമ്പരയ്ക്കിടെ US ഇറാൻ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാറുള്ള ഒമാനെതിരെ നടക്കുന്ന ആദ്യത്തെ ആക്രമണമാണിത്. ഇറാനുമായി പതിറ്റാണ്ടുകളായി ബന്ധമുള്ള ഒമാന് നേർക്ക് ആക്രമണം ഉണ്ടായത് ഏറെ ഞെട്ടിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനും ഒമാനും ചേർന്നാണ് നിർവഹിക്കുന്നത്. രാജ്യാന്തര വ്യാപാരത്തിന് ഈ പ്രദേശം സുരക്ഷിതമായിരിക്കേണ്ടത് ഇറാന്റെയും ആവശ്യമാണ്. അതിനാൽ ഒമാനെ ആക്രമിക്കുന്നത് ഇറാന് വലിയ സാമ്പത്തിക തന്ത്രപരമായി തിരിച്ചടിയുണ്ടാക്കും. ഇറാൻ ഒമാൻ ഗ്യാസ് പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇതിനിടെ ഒമാന് നേർക്ക് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും. ഒമാനിലെ കസബ് തുറമുഖത്തിന് സമീപം എണ്ണക്കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായി. ഒമാന്റെ മുസന്തം തീരത്ത് നിന്ന് ഏകദേശം 5 നോട്ടിക്കൽ മൈൽ അകലെ സ്കൈലൈറ്റ് എന്ന എണ്ണക്കപ്പൽ ആക്രമിക്കപ്പെട്ടതായി ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു. ജീവനക്കാരെ രക്ഷപ്പെടുത്തി. 15 ഇന്ത്യക്കാർ, 5 ഇറാൻ പൗരന്മാർ എന്നിവരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. 4 ജീവനക്കാർക്ക് പരിക്കേറ്റു. ഒമാൻ സമുദ്ര സുരക്ഷാ കേന്ദ്രമാണ് ഇടപെട്ടത്. ദുബായിൽ 2 സ്വദേശി പൗരന്മാരുടെ വീടുകളുടെ വരാന്തകളിൽ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ദോഹയിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തീപിടുത്തമുണ്ടായി. ബഹ്റൈനിൽ ഹോട്ടലിന് നേർക്കും ആക്രമണം ഉണ്ടായി. ബഹ്റൈനിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഇറാൻ ഇതുവരെ ആക്രമിച്ചത്. ജബൽ അലി ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിലും ആക്രമണം നടത്തി. ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഗൾഫ് മേഖലയിലെ പരീക്ഷകൾ ഉൾപ്പെടെ മാറ്റിവെച്ചിട്ടുണ്ട്. 10-12 ക്ലാസുകളിൽ നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചതായി CBSE അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. സാഹചര്യം വിലയിരുത്തി തുടർ തീരുമാനമെടുക്കുമെന്നാണ് CBSEയുടെ അറിയിപ്പ്. ബഹ്റൈൻ, ഇറാൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ മാർച്ച് 2-ന് തുടങ്ങാനിരുന്ന പരീക്ഷകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതേസമയം ഇറാനെതിരെ ആഞ്ഞടിച്ച് UAE രംഗത്ത് വന്നു. ഇറാന്റെ ഈ നടപടികൾ രാജ്യത്തെ ഒറ്റപ്പെടുത്തിയതായി UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് പറഞ്ഞു. അയൽ രാജ്യങ്ങളെ ലക്ഷ്യം വെക്കരുതെന്ന് അദ്ദേഹം ടെഹ്റാന് മുന്നറിയിപ്പ് നൽകി. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ കടന്നുകയറ്റം ഒരു തെറ്റായ കണക്കൂട്ടലായിരുന്നു. ഇത് നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇറാനെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ യുദ്ധം അയൽക്കാരുമായിട്ടല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പെടലിന്റെയും സംഘർഷങ്ങളുടെയും ആഴം കൂടുന്നതിന് മുൻപ് വിവേകത്തിലേക്കും നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്കും മടങ്ങി വരണം. അയൽവാസികളുമായി യുക്തിസഹമായും ഉത്തരവാദിത്തത്തോടും കൂടി ഇടപഴകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഇറാനെതിരെയുള്ള US ഇസ്രായേൽ ആക്രമണം 2ാം ദിവസത്തിലേക്ക് കടക്കവേ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് വൈകുന്നേരം 9 മണിക്ക് തന്റെ സുരക്ഷാ ക്യാബിനറ്റ് യോഗം വിളിച്ചുകൂട്ടുമെന്ന് ഒരു മന്ത്രിയുടെ ഓഫീസിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിന് നേരെ ഇറാൻ തോർത്തുവിട്ട ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലുകളെ തുടർന്ന് ജനവാസ മേഖലകളിൽ ആർക്കും പരിക്കേറ്റതായോ നേരിട്ട് ആഘാതം ഉണ്ടാക്കിയതായോ റിപ്പോർട്ടുകളില്ല. അതേസമയം സൈറണുകൾ മുഴങ്ങിയ പ്രദേശങ്ങളിലെ സാധാരണക്കാർക്ക് ഇപ്പോൾ ബോംബ് ഷെൽട്ടറുകളിൽ നിന്ന് പുറത്തിറങ്ങാമെന്നും എന്നാൽ ഷെൽട്ടറുകൾക്ക് സമീപം തന്നെ തുടരണമെന്നും IDF ഹോം ഫ്രണ്ട് കമാൻഡ് അറിയിച്ചു.